ജൂലൈ 2-ന് പടന്നക്കാട് നിന്നും KCBC സംഘടിപ്പിച്ച ജീവസംരക്ഷണ സന്ദേശയാത്ര ജൂലൈ 18-ന് തിരുവനന്തപുരത്ത് സമാപിച്ചു. അബോർഷനിലൂടെ കൊല ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ മാത്രമല്ല, ദയാവധത്തിലൂടെ കൊല ചെയ്യപ്പെടുന്നതും ക്രൂരതയെന്ന് കൊല്ലം രൂപതാ മെത്രാനും KCBC പ്രോലൈഫ് സമിതിയുടെ ചെയർമാനുമായ ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി ജീവസംരക്ഷണ സന്ദേശയാത്ര നെയ്യാറ്റിൻകര ലോഗോസ് പാസ്റ്ററൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്യുമ്പോൾ അത് ഫിലിം എടുത്തപ്പോഴുണ്ട്. അങ്ങനെ ചെയ്ത വേറൊരു ഫിലിമുണ്ട്, അതിൻ്റെ പേര് സൈലൻസ് സ്ക്രീം എന്നാണ്. എത്രമാത്രം ക്രൂരമാണ്! ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് അകത്ത് കിടക്കുന്ന കാണിക്കുന്ന വെപ്രാളം, കാരണം അത് മനുഷ്യ ജീവനാണ്. അതും വയബിൾ അല്ലാത്ത ഫീറ്റസിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. വയബിൾ എന്ന് പറഞ്ഞാൽ പുറത്തു വന്നാൽ ജീവിക്കാൻ പറ്റാത്തത്. അങ്ങനെയുള്ള ഒരു ഭ്രൂണം അന്നേരം ചെയ്യുന്ന പ്രയാസങ്ങളെയൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ 8 മാസമാകുമ്പോൾ അല്ല 9 മാസമാകുമ്പോൾ ഒക്കെ അബോർഷൻ ചെയ്യാനുള്ള അനുവാദം കോടതികൾ കൊടുക്കുമ്പോൾ നമ്മൾ ഏത് യുഗത്തിലാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ ജീവൻ സംരക്ഷണ സന്ദേശയാത്രയുടെ ലക്ഷ്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ഭാരത മെത്രാൻ സംഘത്തിൻ്റെ സമ്മേളനത്തിലാണ് ഭാരതത്തിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനവും പ്രോലൈഫ് സമിതിയുടെയും അധ്യക്ഷനായ കല്ലിസ്റ്റസ് പിതാവ് ഇക്കാര്യം മെത്രാൻ സമിതിയെ അറിയിച്ചത്. മാർച്ച് ഫോർ ലൈഫ് എന്ന പ്രത്യേകമായ സമ്മേളനം ജീവന് വേണ്ടി നിലകൊള്ളാൻ, കാരണം 1971 ഭാരതത്തിൽ നിയമസാധുത വന്ന് പിന്നീട് വിവിധ തലങ്ങളിലേക്ക് അതുകൂടി 24 ആഴ്ച വരെയുള്ള കുഞ്ഞുങ്ങളെ, പിന്നീട് 28 ആഴ്ചയുള്ള കുഞ്ഞുങ്ങളെ ഉദരത്തിലുള്ള കുഞ്ഞിനെ കൊല്ലാമെന്നുള്ള നിയമം ഭേദഗതി ചെയ്ത് ആ ബില്ല് പാസ്സായത് 2021 ആ നിയമം മൂലം ഉണ്ടാകുന്ന കെടുതികളെ ഓർക്കുവാനും 1971 അത് പാസ്സായപ്പോൾ അതൊരു ജൂബിലിയാണ്. ആ ജൂബിലിയിൽ ജീവന് വേണ്ടി മുറവിളി കൂട്ടാൻ ആരെങ്കിലും ഉണ്ടാവണം. ഇന്ന് അബോർഷനിൽ കൊല്ലപ്പെടുന്ന കോടാനുകോടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല. കാരണം അവർ നിശബ്ദമായ വിലാപമാണ്. ആ നിശബ്ദമായ വിലാപത്തിന് ദൈവസന്നിധിയിൽ ഉത്തരം കൊടുക്കേണ്ടത് നമ്മളാണ്. രാവിലെ നെയ്യാറ്റിൻകര അമലോത്ഭവ മാതാ കത്തീഡ്രലിൽ എത്തിച്ചേർന്ന സന്ദേശയാത്രയെ നെയ്യാറ്റിൻകര ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവേലിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സന്ദേശയാത്രയുടെ ഭാഗമായി രാവിലെ 9:30 മുതൽ ദിവ്യകാരുണ്യ ആരാധന നടന്നു. തുടർന്ന് കത്തീഡ്രലിൽ നിന്ന് നെയ്യാറ്റിൻകര പട്ടണത്തിലൂടെ വ്ളാങ്ങാമുറി ലോഗോസ് പാസ്റ്ററൽ സെന്ററിലേക്ക് ജീവസംരക്ഷണ റാലി സംഘടിപ്പിച്ചു. ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണം, ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം നിഷേധിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരളത്തിലെ 32 രൂപതകളിലും യാത്ര സംഘടിപ്പിച്ചിരുന്നത്. 14 ജില്ലകളിലെ 32 കത്തോലിക്ക രൂപതകളിലൂടെ കടന്നുപോകുന്ന സന്ദേശയാത്രയാണ് നെയ്യാറ്റിൻകരയിലും എത്തിച്ചേർന്നത്. KCBC പ്രോലൈഫ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ 2-ന് കാസർഗോഡ് ജില്ലയിൽ നിന്നും ആരംഭിച്ച ജീവസംരക്ഷണ സന്ദേശയാത്ര നെയ്യാറ്റിൻകര ലോഗോസ് പാസ്റ്ററൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി. നെയ്യാറ്റിൻകര ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ അധ്യക്ഷത വഹിച്ചു. ജീവൻ സംരക്ഷിക്കപ്പെടേണ്ട ഒരു വലിയ ദിവ്യ ദൗത്യം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഏറെ പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും വളരെ വളരെ ഗൗരവമേറിയ മരണത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ 1-2 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളെ അബോർഷൻ നടത്തുവാൻ അനുവദിച്ചിട്ടുള്ളൂ എന്ന് പണ്ട് പറഞ്ഞിരുന്നു. ഇന്നും അത് പറയേണ്ടതാണ്. ഞാൻ പറയുന്നത് 1 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളെ പോലും ഒരാഴ്ച പ്രായമുള്ള ഗർഭസ്ഥ ശിശുക്കളെ പോലും അബോർഷനിലൂടെ കൊല്ലുവാൻ പാടില്ല എന്ന തത്വം നമ്മൾ പഠിക്കണം,
മറ്റുള്ളവരെ പഠിപ്പിക്കണം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനന നിരക്ക് 5%, മരണനിരക്ക് 30%. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ യഥാർത്ഥ സിറ്റിസൺസ് കുറഞ്ഞു വരുന്നു. അന്യരാജ്യങ്ങളിലെ ആളുകൾ അങ്ങോട്ട് കുടിയേറി പാർക്കുകയാണ്. ജർമ്മനിക്ക് 1,00,000-ഓളം നേഴ്സുമാരെ ആവശ്യമായി വന്നിരിക്കുന്നു, വൃദ്ധരായവരെയും രോഗികളെയും പരിചരിക്കുവാൻ. അവിടുത്തെ പെൺകുട്ടികൾ നേഴ്സിംഗ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നേഴ്സിംഗ് പഠിക്കാനുള്ള പ്രായപരിധിയിലുള്ളവരും തീരെ കുറവാണ്. അതുകൊണ്ട് ഇത്രയധികം നേഴ്സുമാരെ അവർക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. ഈ നേഴ്സുമാർ ജീവൻ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ജീവൻ്റെ സംരക്ഷകർ ആകേണ്ടതാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന, നമ്മോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ സന്ദേശം അവർക്ക് നൽകണം. നെയ്യാറ്റിൻകര രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജി ക്രിസ്തുദാസ്, ജെയിംസ് ആഴ്ചങ്ങാടൻ, ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ, ജോൺസൺ ചൂരേപ്പറമ്പിൽ, ഫാദർ ജോസഫ് രാജേഷ്, സാബു ജോസ്, ജോർജ് എഫ് സേവ്യർ, ആന്റണി പത്രോസ്, പോൾ പി ആർ തുടങ്ങിയവർ പ്രസംഗിച്ചു.